മോഹൻലാൽ ചിത്രം 'വൃഷഭ' ക്രിസ്മസ് റിലീസായി തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. നന്ദകിഷോർ സംവിധാനം ചെയ്ത ചിത്രം ഒരു പാൻ ഇന്ത്യ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ഡ്രാമയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. 'വൃഷയുടെ' ആദ്യ പ്രതികരണം പുറത്തുവരികയാണ്. സമ്മിശ്ര പ്രതികരണമാണ് ആദ്യ ഷോയ്ക്ക് പിന്നാലെ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. 'ബാറോസിനേക്കാൾ മോശം എന്തിനാ ലാലേട്ടാ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നത്? കൂടുതലൊന്നും പറയുന്നില്ല, കണ്ട് അനുഭവിക്കുക, പ്രതീക്ഷ കൈവിട്ടില്ല, അസൽ ഗംഭീര ഗർഭം കലക്കി, ഏത് രീതി നോക്കിയാലും അതിദുരന്തം, ചരിത്ര സീനുകൾ, വിഎഫ്‌ക്സൊക്കെ വൻ ഫ്ലോപ്പ്, ഡബ്ബിംഗും ഡയലോഗും ടെറിബിൾ. മോഹൻലാൽ ഇത്തരം സിനിമകൾ ചെയ്യുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്നെല്ലാവരും പറയുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ സിനിമ ഇതുപോലൊരു ക്ലൈമാക്സ് കണ്ടിട്ടില്ല എന്ന് പലരും. ലാലേട്ടൻ ഇതോടുകൂടി ഇതുപോലത്തെ ചവറുകൾ എടുക്കുന്നതും നിർത്തണം എന്നും വിചാരിക്കുന്നു. മലങ്കട്ട് പ്രോമാക്സ് എന്നാണ് മറ്റൊരാളുടെ പറച്ചിൽ. ആവറേജ് ഫസ്റ്റ് ഹാഫും അതിലും താഴെയുള്ള സെക്കൻഡ് ഹാഫും. ഇന്റർവൽ സീൻ കൊള്ളാമായിരുന്നു. സാം സയൻസിന്റെ സംഗീതം കൊള്ളാം. ചിലരെങ്കിലും മോഹൻലാൽ തടുത്തു. വൺ ടൈം വാച്ച് മാത്രമായി മാറി മൂവി. അതേസമയം സിനിമയെ അനുകൂലിച്ച് രംഗത്ത് വരുന്നവരും കുറവല്ല. അതേസമയം നന്ദകിഷോറാണ് 'വൃഷഭ' സംവിധാനം ചെയ്തത്. ഡബിൾ റോളിലാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തിയിരിക്കുന്നത്. ആതിഥേയ വർമ്മ, രാജ വിജയചന്ദ്ര, 'വൃഷഭ' എന്നീ കഥാപാത്രങ്ങളായി മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്.